മെറ്റാഡേറ്റ എന്ന് പറയുന്നത് ഇങ്ങനെ കുറച്ച് ഇൻഫർമേഷൻസ് ആണ്. ടൈറ്റിൽ എന്ന് പറയുന്നത് നമ്മൾ പാട്ടിൻ്റെ ടൈറ്റിൽ. പിന്നെ ഡിസ്ക്രിപ്ഷൻ നമുക്കങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല. ആർട്ടിസ്റ്റിൻ്റെ പേര് കൊടുക്കാം, പെർഫോമറിൻ്റെ പേര്, കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള ആർട്ടിസ്റ്റിൻ്റെ പേര്. പിന്നെ നമുക്ക് മ്യൂസിക്കൽ ജോണർ എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിൽ അങ്ങനെ അധികം കൊടുക്കാറില്ലാന്ന് തോന്നുന്നു. പക്ഷേ വെസ്റ്റേണിലാണെങ്കിൽ ഒത്തിരി ജോണേഴ്സ് ഉണ്ട്. ഇപ്പം EDM ഒരു ജോണറാണ്, ഹിപ്പ് ഹോപ്പ് ഒരു ജോണറാണ്. അപ്പോൾ അങ്ങനെയുള്ള ജോണേഴ്സ് നമുക്കിവിടെ കൊടുക്കാം. മ്യൂസിക്കൽ കീ എന്ന് പറയുന്നത് ഏത് കീയിലാണ് നമ്മുടെ സോങ് ഓവറോൾ. പിന്നെ ടെമ്പോ നമുക്ക് എത്രയാണ് BPM എന്നുള്ളത് കൊടുക്കാം. ടൈം സിഗ്നേച്ചർ 4/4 വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ 4/68 അങ്ങനെ ഇഷ്ടമുള്ളത് കൊടുക്കാം. ഡേറ്റ്, റെക്കോർഡ് ചെയ്ത ടൈം, ഇങ്ങനെയുള്ള കൂടുതൽ കാര്യങ്ങൾ നമ്മൾ എഴുതിയാലും എല്ലാ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് മൊബൈലിലോ അല്ലെങ്കിൽ മറ്റ് ഡിവൈസിലോ ഒന്നും കാണിക്കുന്നതല്ല. നെറ്റിലേക്ക് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ പോലും ഇത്രയും ഡീറ്റെയിൽസ് ഒന്നും വിസിബിലിറ്റി ഇല്ല. നമുക്ക് കിട്ടുന്നത് ടൈറ്റിൽ കിട്ടും, ആർട്ടിസ്റ്റിൻ്റെ പേര് കിട്ടും, പിന്നെ കീ, ജോണർ, ടെമ്പോ, അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ, ബേസിക് ഡീറ്റെയിൽസൊക്കെയാണ് നമുക്ക് അത് കിട്ടുന്നത്. പിന്നെ നമുക്ക് അതിനകത്ത് URL കാര്യങ്ങളൊക്കെ കൊടുക്കാം. പ്രൊജക്റ്റിൻ്റെ ഒറിജിനേറ്റർ, ട്രാക്ക് നമ്പർ, ലേബൽ, അത് എന്തായാലും നമുക്ക് കൊടുക്കാം. ആൽബത്തിൻ്റെ പേരുമൊക്കെ ഡിസ്പ്ലേ ചെയ്യുന്ന കണ്ടിരിക്കുന്നതാണ്. കുറേ കാര്യങ്ങൾ ഇതിനകത്ത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ISRC എന്നൊക്കെ പറയുന്നത് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട്, അതായത് ഒരു സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിലേക്കൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു കോഡ് കിട്ടും. ആ കോഡാണ് ഈ ISRC എന്നുള്ളത്. കേൾക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് നമുക്ക് ആർട്ടിസ്റ്റിനും അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യുന്ന ലേബൽസിനൊക്കെയാണ് ഇതിൻ്റെ ആവശ്യമുള്ളൂ. ഇതൊക്കെ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്ത് വെക്കാം, ഇങ്ങനെയുള്ള മെറ്റാഡേറ്റാസ്. അതിനാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. പിന്നെ വൈൽഡ് കാർഡ് ഇതിനകത്തുണ്ട്. കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് കൊടുക്കാൻ പറ്റും. ഓൾ സ്കീംസ് അല്ലാതെ കുറേ ഇൻഫോസും ഉണ്ട്. നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന ID3 ആണ്. അത് വേവിനും MP3ക്കും ഉപയോഗിക്കുന്നത് ID3 ആണ് മെറ്റാഡേറ്റ. ഓൾ സ്കീം എന്ന് പറയുമ്പോൾ എല്ലാ ടൈപ്പ് ഫയൽസിനും, ഇതിലിപ്പം MP3, WV, ഇത് വേവിന് മാത്രമേ ഉള്ളൂ. കാർട്ട് എന്ന് പറയുന്നതും വേവിന് മാത്രമേ ഉള്ളൂ. അങ്ങനെ കുറേ ഇൻഫർമേഷൻ ഉണ്ട്. നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന ID3 ആണ്. ഫ്ലാക്കിനാണെങ്കിൽ ഫ്ലാക്കിൻ്റെ തന്നെ ഫോർമാറ്റ് ഉണ്ട് മെറ്റാഡേറ്റയുടെ. നമുക്ക് അത്യാവശ്യം ഇമേജും ആഡ് ചെയ്യാം. അപ്പം ഇമേജ് ആഡ് ചെയ്യാൻ വേണ്ടി നമുക്കിവിടെ ചൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇഷ്ടമുള്ള ഒരു ആൽബമായിട്ട് നമുക്ക് പാട്ടിന് കൊടുക്കാൻ പറ്റും. അത് കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. ഇപ്പോൾ ഇത് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോ കാണാം. അപ്പോൾ അതുവരെ ബൈ.